കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ മാന്യ ദൈവ കുഞ്ഞുങ്ങൾ, ഈ ഭവനത്തിൽ പാർക്കുന്ന വാത്സല്യ മോഹൻരാജ് കുടുംബം, മാതാവ്, സഹോദരങ്ങൾ, കർത്തൃദാസന്മാർ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിന്തിച്ചു വന്നത് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യമാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. സ്തോത്രം. ലേഖനത്തെ പറ്റി 1-2 കാര്യങ്ങൾ നമ്മൾ രാവിലെ ചിന്തിച്ചു. ഇനി അത് ആവർത്തിക്കുന്നില്ല. 6 അധ്യായം ഈ ലേഖനത്തിലുണ്ട്. 6 അധ്യായത്തിൽ 6 ആഴമേറിയ വിഷയങ്ങൾ. 6 അല്ല, നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട്. 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. 2-ാം അധ്യായത്തിൽ കൈവിട്ടില്ല, സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി. 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൽ കൂടിയുള്ള അപ്രമേയ ധനം. 4-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന 5 വിധത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷക വൃന്ദങ്ങൾ. 5-ാം അധ്യായത്തിൽ നമ്മുടെ ഉപദേശം കൂടെ ആത്മനിറവ്. 6-ാം അധ്യായത്തിൽ ആത്മീയ പോരാട്ടം. അതിൽ 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ് ചിന്തക്കെടുത്തത്. ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഒടുവിൽ എന്നുള്ള പദം വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകും, ആദ്യം ചില കാര്യങ്ങൾ പൗലോസ് ഓർപ്പിച്ചു. ഒടുവിലാണ് പറഞ്ഞ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. അപ്പോൾ ആദ്യം ചില കാര്യം പറഞ്ഞു. ആദ്യം 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ വിളിച്ചു, അല്ലെ 6 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെയാണ് വിളിച്ചത്. 1 ഭാര്യമാരെ, 2 ഭർത്താക്കന്മാരെ, 3 മക്കളെ, 4 പിതാക്കന്മാരെ, 5 ദാസന്മാരെ, 6 യജമാനന്മാരെ. 6 ഗ്രൂപ്പുകാരെ. പകൽ വരാത്തവരുടെ അറിവിനും ഒന്നുകൂടെ ഓർപ്പിച്ച് പോകാം. 5-22 ഭാര്യമാരെ മതി. 5-25 ഭർത്താക്കന്മാരെ. 6-1 മക്കളെ. 6-4 പിതാക്കന്മാരെ. 6-9 ദാസന്മാരെ. 6-5 ദാസന്മാരെ. 6-9 യജമാനന്മാര്. അപ്പം 5-22 ഭാര്യമാരെ വിളിച്ചു. 5-22 ഭർത്താക്കന്മാരെ സംബോധന ചെയ്തു. 6-1 മക്കളോട് നിർദ്ദേശം കൊടുക്കുന്നു. 6-4 പിതാക്കന്മാർക്കുള്ളതായ ഉപദേശങ്ങൾ. 6-5 ദാസന്മാരെ വിളിച്ച് കർക്കശ നിർദ്ദേശങ്ങൾ കൊടുത്തു. 6-9 യജമാനന്മാരെയും വിളിച്ചു. എന്നിട്ടാണ് 10-ാം വാക്യത്തിൽ പറഞ്ഞത് ഒടുവിൽ കർത്താവിലും എന്ന് പറഞ്ഞാൽ, ആദ്യം ആത്മാവിൽ ബലപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഈ 6 ഗ്രൂപ്പുകാരും ക്രമീകരണങ്ങൾ വരുത്തിക്കോണം. സ്തോത്രം. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് അകത്തോടല്ല വരുത്തേണ്ടത്, ഇത് വരുത്തിയേച്ച് വേണം പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ. നമ്മളെല്ലാം പ്രാർത്ഥനയ്ക്ക് അകത്തോടെ വരുത്താനിരിക്കുക. താവേ സ്തോത്രം. അമ്മായിയമ്മയ്ക്കൊരു മാനസാന്തരം കൊടുക്കണമേ പ്രാർത്ഥനയ്ക്ക് അകത്തൂടെ. അമ്മായിമ്മ മാനസാന്തരപ്പെട്ടേച്ച് വേണം പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ. പുതുതായിട്ട് വരുന്നവരുടെ കാര്യമല്ല പറഞ്ഞു. അവർ ചിലപ്പം വചനം കേൾക്കുമ്പോഴായിരിക്കും മാനസാന്തരം. പെന്തിക്കോസ് നേരത്തെ മുതലുള്ള ആൾക്കാരുടെ കാര്യമായി പറ. അപ്പം ഈ 6 ഗ്രൂപ്പുകാരും ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തണം. ഇത് വരുത്തിയിട്ടാണ് ഒടുവിൽ പറഞ്ഞത് കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെട്ടോണം. അപ്പോൾ ആദ്യം പൗലോസ് ഭാര്യമാരെ വിളിച്ചു. വായിര് മോളെ. ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർ. ഭാര്യമാരെ കർത്താവിൻ എന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം. അതൊക്കെ നമ്മൾ പകല് ചിന്തിച്ചതാ, നീ അപ്പം ആവർത്തിക്കുന്നില്ല. പകല് വരാത്തവർക്ക് ഒന്നുകൂടെ കേട്ടാൽ കൊള്ളാം. നിങ്ങൾക്ക് അറിയാം, എന്നാലും ഒന്നുകൂടെ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് ചിലപ്പോൾ ഒരു ചിന്ത വരും. ഇന്നിപ്പോൾ അതിന് സമയമില്ല. അപ്പോൾ 5-22 ഭാര്യമാരെ വിളിച്ചു നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഭാര്യ ഭർത്താവിനോട് എങ്ങനെ ഇടപെടണം? ഭർത്താവിനെ ബഹുമാനിച്ചോണം. ഞാനെപ്പോഴും പറയും, കല്യാണ ശുശ്രൂഷക്കൊക്കെ അവസരം കിട്ടും പറയും. ഇപ്പം ഈ വെസ്റ്റേൺ കൾച്ചർ വന്ന് ഭാര്യമാർ ഈ ഭർത്താക്കന്മാരെ പേര് വിളിക്കുന്നവരുണ്ട്. ചില അങ്ങനെ ഉണ്ട്, പേര് വിളിക്കും. ഒരു മടിയില്ല. ഞാനും ഒരു ശൗമയിൽ വീട്ടി പാസ്റ്ററും ഒരാളുടെ പേര് ഞാനങ്ങ് മറന്നു, ഓട്ടോ ഓടിക്കുന്ന കുഞ്ഞുവാനിച്ചാന്.
ഞങ്ങളെല്ലാം കൂടെ ഒരു വീട്ടിലിരിക്കുമ്പം അവിടുത്തെ അമ്മാമ്മ അല്പം മിടിക്കുക, അല്പം മിടിക്കുകയല്ലേ ബഹു മിടിക്കുക. ഞങ്ങൾ സിറ്റൗട്ടിരിക്കുക, ആ വീട്ടിലെ അച്ചായനുമുണ്ട്. അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അമ്മാമ്മ അകത്തിൽ നിന്ന് വന്നു വെച്ചു, ബാബുവേ ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞ അകത്തോട്ടങ്ങ് പോയി. അപ്പം ഞാൻ വെളിയിലോട്ട് നോക്കി, പണിക്കാർ വലിയൊരു അവിടെ തെങ്ങിന് തടവെടുക്കാനോ ഇല്ല ഞാൻ. അപ്പം ചുമയിലൂട്ടി എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, പുള്ളിയെ വിളിച്ചാന്ന് പറഞ്ഞു. പുള്ളിയെ വിളിച്ച ഭർത്താവിനെ വിളിച്ചതാ, ബാബുവെന്ന് തീർത്താ വിളിച്ചത്. നമ്മളെന്നെ വായിച്ച അല്ലേ? അങ്ങനല്ലേ? ഈ നമ്മൾ മധ്യ തിരുവിതാംകൂറിലൊക്കെ ഒരു പ്രയോഗമുണ്ട്, ഇച്ചൻ പ്രയോഗമുണ്ട്. ചാക്കോച്ചൻ, തോമാച്ചൻ, കറിയാച്ചൻ, ലൂക്കാച്ചൻ. ഇച്ചൻ പ്രയോഗം ബഹുമാനമാണ്. അമ്മ പ്രയോഗമുണ്ട്, തങ്കമ്മ, ചിന്നമ്മ, അല്ലേ? അത് ബഹുമാന സൂചകമാണ്. വായിച്ചാ പറഞ്ഞാൽ പോരെ? അവർ തീർത്ത് ഒരു ശങ്കയും കൂടെ ബാബുവേ ഇവിടുന്ന് വന്നതെന്ന് പറഞ്ഞു അകത്തോട്ട് പോയി. 2 സെക്കൻഡ് കഴിഞ്ഞപ്പം ഇദ്ദേഹം അകത്തോട്ട് പോയി, ഭർത്താവ്. ഞാൻ വേറെ ദിവസം എടുത്ത് വെച്ച് അമ്മയിലോട്ടോട് പറഞ്ഞ് ഞാനും പോവാന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞ് ചായ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതോടെ കുടിച്ച് വെച്ച് പതുക്കെ വന്നാൽ മതി. അയ്യോ നമ്മൾ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞില്ലയോ വന്നേ? ഞാൻ പറഞ്ഞു വന്നതാ അങ്ങനെ, പക്ഷേ ഞാൻ പോവാം. എന്നാ? ഞാൻ പറഞ്ഞ് പച്ചമരത്തോട് ഇങ്ങനെ ആന്നേ, പച്ചമരത്തോട് അവർ തീർത്ത് ബാബു എന്ന് വിളിച്ചാൽ ചാകത്തോട്ട് കയറിയേക്കുന്നത്. ഇനി തിരിച്ചിറങ്ങുമ്പം അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. ഞാൻ എല്ലായിടത്തും പറയും, ചിലപ്പോൾ നിങ്ങൾ ഭർത്താവിനേക്കാളും 2 വയസ്സ് മൂത്തതായിരിക്കും, എന്നാലും പേര് വിളിക്കരുത്. മനസ്സിലായോ? കള്ളത്തരം പറഞ്ഞ കല്യാണമൊക്കെ നടത്തിയത് 2 വയസ്സിന് മൂത്തതായിരിക്കും. അത് 2 പേരോട് നടക്കുമ്പോഴും അറിയാം ആൾക്കാർക്ക്. എന്നാലും പേര് വിളിക്കരുത്. ഭർത്താവല്ലേ, ബഹുമാനിച്ചോണം. സ്തോത്രം. ഏത് സദസ്സിലും എവിടെയും അവനവൻ്റെ ഭർത്താവിനെ ബഹുമാനിച്ച് സംസാരിക്കാവൂ. ഭർത്താവ് ഒന്നും ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കണമെന്ന ബലഹീന പാത്രമാണ്. അതുകൊണ്ടാണ് ആട്ടിക്കൂട്ടുന്നതെല്ലാം ബഹുമാനം കൊടുക്കേണ്ടതൊന്നും അല്ല, എന്നാലും ബലഹീന പാത്രമാണ്. കറിക്ക് അല്പം ഉപ്പ് കൂടിയല്ലേ കുറഞ്ഞു, ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു, ഉണ്ടാക്കി വെച്ചിരിക്കുക. നാളെ അതും കിട്ടുകയില്ല. അങ്ങനത്തെ കാലമാണ് ഇപ്പം. സമത്വമല്ലേ അല്ലേ? സംവരണം 50% അത് പപ്പാതി 50-50. അങ്ങനത്തെ ബിസ്ക്കറ്റും ഉണ്ട് 50 അല്ലേ ഭർത്താവിൻ്റെ. ഇപ്പം പിന്നെ പുതിയ നിയമം കൊണ്ടുവന്നോന്ന് അറിയത്തില്ല, വീട്ടു ജോലി ചെയ്യുന്നതിന് ഭാര്യയ്ക്ക് ശമ്പളം കൂടെ കൊടുക്കാൻ തുടങ്ങിയെന്ന്. കൊടുക്കുന്നെന്നോ മേടിച്ച പെണ്ണുങ്ങൾ കാണുമായിരിക്കും. ഇല്ല, നിങ്ങൾ പേപ്പർ വായിച്ചില്ലേ? യോ, ഭർത്താവിനെയും അവനവൻ്റെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നത് ഒരനുഗ്രഹവും നന്മയാണ്. അതിനാ ശമ്പളം അല്ലേ? ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് പെരുമാറി അദ്ദേഹത്തെ ബഹുമാനിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് വിധേയപ്പെട്ട് ദൈവം തരുന്ന കുഞ്ഞുങ്ങൾക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഈ സ്ത്രീകളെപ്പറ്റി പറയുന്നത് തന്നെ വീട്ടുകാര്യം നോക്കണമെന്ന്. അങ്ങനെ വീട്ടുകാര്യം വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ടെന്ന് പറ. ഉണ്ട്. അത് നേരത്തെ പറയായിരുന്നു, എത്ര സമയം പോകുമായിരുന്നു. പൗലോസ് കൊടുത്തിരിക്കുന്നത് 7 കൂട്ടം കാര്യം അമ്മമാര് പെൺപിള്ളേരെ ശീലിപ്പിക്കണമെന്ന. 7 കൂട്ടം കാര്യം. ഒന്ന് വായിച്ചേ, എവിടാന്നായിരിക്കും അല്ലയോ? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു. അമ്മമാരെല്ലാം ഉറങ്ങരുത്, ശ്രദ്ധിക്കണം. പെൺപിള്ളേരും ശ്രദ്ധിച്ചോണം. അമ്മമാര് പെൺപിള്ളേരെ പഠിപ്പിക്കേണ്ട ശീലിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീരണം. പിന്നെ എന്നും വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൻ. അല്ലല്ല, നന്നായിട്ട് വായിക്കണം മോളെ. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും
സ്നേഹത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും വൃദ്ധന്മാരും അങ്ങനെ നന്നായിട്ട് വായിരേ. ഇതില് വൃദ്ധമാരും അവിടെ ഒരു ചെറിയ കുത്തിന്റെ പിശക. വൃദ്ധമാരും അങ്ങനെ തന്നെ. ഒരു ചെറിയ കുത്ത് മാറിയപ്പോ ആണിനെ പെണ്ണാക്കി, പെണ്ണിനെ ഒരു കുത്ത് മതി ആണിനെ പെണ്ണാക്കാനും. വൃദ്ധമാരും 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വൃദ്ധന്മാർ. അപ്പം ഞാനിങ്ങനെ അത് അങ്ങോട്ട് മനസ്സിലാകാൻ 2-ാം അധ്യായത്തിന്റെ 1-ൽ അപ്പന്മാരുടെ കാര്യമായി പറയാൻ, ഭർത്താവ് അല്ലേ അപ്പൻ. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണം. വൃദ്ധമാരും അങ്ങനെ തന്നെ, അമ്മമാരുടെ കാര്യമാണ്. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏശനി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും. അടുത്ത വാക്യം, ദൈവത്തിന്റെ വചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ. ഇങ്ങോട്ട് നോക്കിക്കേ, എല്ലാവരും കുനിഞ്ഞു കിടക്കാതെ ഇങ്ങോട്ട് നോക്കിക്കേ. ആ സഹോദരി വായിക്കും, ഇത് ഈ പുസ്തകത്തിലുള്ള കാര്യമാണ് വായിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ നോക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാം കൂടെ കമന്ന് കിടന്നാൽ പിന്നെ ഞാൻ ആരോട് പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏശനി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും ദൈവത്തിൻ്റെ തിരുവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ. അപ്പോൾ മുകളിലത്തെ വാക്യത്തിൽ വൃദ്ധമാർ, താഴത്തെ വാക്യത്തിൽ പറ യൗവനക്കാരത്തികളെ. അപ്പം നമുക്ക് മനസ്സിലാകാൻ ഞാനിപ്പോൾ പെട്ടെന്ന് പറയാം, അമ്മമാര് പെൺപിള്ളേര് അങ്ങനെ അങ്ങോട്ട് പഠിക്കാൻ പോവുക. വൃദ്ധമാർ യൗവനക്കാരത്തികളെ. യൗവനക്കാരത്തികളെ വൈരുമോളെ. ഭർത്തൃപ്രിയമാരും, ശ്രദ്ധിച്ചോണ്ട് 7 കൂട്ടം കാര്യമാ. ഭർത്തൃപ്രിയമാരും, പുത്രപ്രിയമാരും, സുബോധവും പാതിവൃത്യമുള്ളവരും, വീട്ടുകാര്യം നോക്കുന്നവരും, ദയയുള്ളവരും, ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന്. ഇനി ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. അപ്പൊ അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിച്ചെടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിച്ചെടുക്കണം. അവർക്ക് ആ ശീലം കാണുകയില്ല. അപ്പം അമ്മമാർ വേണം അവരെ. അമ്മയ്ക്ക് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. ഞാൻ എപ്പോഴും പറയും, കാലം കൊടുക്കണം, നടുവിന് വേദനയുണ്ടോ? അപ്പം ശ്രദ്ധിച്ചേ, ഞാൻ അലോഗ്യം ഉണ്ടാക്കാനൊന്നും പറയുകയല്ല. പുള്ളി വന്നേ പിന്നെ കുടുംബത്തിൽ പ്രശ്നമാണ് പാസ്റ്റർ എന്ന് പറയരുത്. നല്ല വശത്തിലെടുക്കണം. ഈ അപ്പന്മാരെക്കായാലും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ഒത്തിരി കഷ്ടപ്പെടുന്നത് അമ്മമാരാണ്. അതെ, അമ്മമാർ, സ്ത്രീകളാണ്. ഞങ്ങൾ പുരുഷന്മാർ കർത്താവിൻ്റെ വേലക്കാരാണെങ്കിൽ അധ്വാനിച്ച് കർത്താവ് തരുന്ന അനുസരിച്ച് വീട്ടുകാര്യം നടത്തും. മറ്റ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നന്നായിട്ട് അധ്വാനിച്ച് സന്ധിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ തരും. പക്ഷേ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും അവരുടെ ഭാവിക്കും അവരുടെ സ്വഭാവ വൈശിഷ്ട്യത്തിന് ഏറ്റവും ഉതകുന്നതും ഒത്തിരി കഷ്ടപ്പെടുന്നത് അമ്മമാരാണ്. അപ്പന്മാരെക്കാളും കൂടുതൽ പിള്ളേരെ വളർത്താൻ കഷ്ടപ്പെടുന്നത് കൊച്ചുങ്ങളാണെങ്കിലും കരഞ്ഞാൽ ഓടി അമ്മയുടെ അടുക്കലോട്ട് ആദ്യം ചെല്ലുന്നത്. അപ്പം ഇട്ടേച്ചും ചെല്ലുന്ന ആരുടെ അടുക്കലോട്ടാ? അമ്മയുടെ അടുക്കലോട്ട്. വിശന്നാലും ആദ്യം ഓടി വരുന്നത് അമ്മയുടെ അടുക്കലോട്ട്. അപ്പം അമ്മയും മക്കളുമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ എൻ്റെ എന്തുവാ മോളെ എന്തുവാ വേണോ? അപ്പം അമ്മയും മക്കളുമായിട്ടുള്ളൊരു ബന്ധം അത് വളരെ ആഴമേറിയ ബന്ധമാണ്. അത് കാശ് കൊടുത്താലൊന്നും കിട്ടുകയില്ല, കമ്പോളത്തിലും കിട്ടത്തില്ല, സർവകലാശാലയിൽ ചെന്ന് ചോദിച്ചാലും കിട്ടുകയില്ല. അമ്മയും മക്കളുമുള്ള ബന്ധം. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക, എന്നേക്കാൾ അറിവും പരിജ്ഞാനവും പക്വതയും പാകതയും തന്നെയല്ല, എൻ്റെ ഭാഷ പറഞ്ഞ എന്നേക്കാൾ ഇരുത്തം വന്നവരായി ഇവർ രണ്ടുപേരും. ജീവിതത്തിൽ ഒത്തിരി അനുഭവ
സമ്പത്തുള്ളവരാ. അപ്പച്ചനും അമ്മച്ചും ഉണ്ടോ? ഇല്ല. അച്ഛൻ്റെ അപ്പച്ചനും അമ്മച്ചും ഉണ്ടോ? ഇല്ല. അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിക്കാം. നമ്മളെ ജനിപ്പിച്ച അപ്പനും നമ്മെ നൊന്ത് പ്രസവിച്ച് 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് നമ്മുടെ പെറ്റതള്ളയും ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് അഗാധമായ ദുഃഖമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൻ മരിക്കുമ്പോൾ നമുക്ക് വേദനയാണ്. എൻ്റെ അപ്പച്ചൻ ഒത്തിരി കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഞാൻ പറയുന്ന അത്രയും പിടികിട്ടുകയില്ല. ഞങ്ങളുടെ വള്ളാങ്കടവിലെ സണ്ണിച്ചൻ പറയുമായിരുന്നു, തൂമ്പായിക്ക് മുല കൊടുത്ത എൻ്റെ അപ്പൻ എന്നെ വളർത്തിയെന്ന്. മനസ്സിലായി കാണും. എന്ന് പറഞ്ഞാൽ കൈ നീളമുള്ള തൂമ്പ ഇങ്ങനെ ഇട്ട് കളയ്ക്കുമ്പോഴേ പിള്ളേരെ വളർത്തണ്ടേ. പകല് കളച്ച് പൈസ തികയാതെ വരുമ്പോൾ രാത്രിയിൽ നിലാമ്പട്ടത്ത് കളയ്ക്കുന്നവരുണ്ട്. ഇങ്ങനെ കളയ്ക്കുമ്പം ഈ തൂമ്പാട് അറ്റം വന്ന് ഇവിടെ ഇടിക്കും. അതാ പുള്ളിയുടെ ഭാഷ. തൂമ്പായിക്ക് മുല കൊടുത്ത ഈ ഭാഗം കളയ്ക്കുമ്പം ഇങ്ങോട്ട് വന്നിട്ട് തൂമ്പായ്ക്കായി വന്ന് ഇടിക്കും. അങ്ങനെയാണ് നമ്മളെ വളർത്തിയത്. അങ്ങനെയുള്ള നമ്മുടെ പിതാവ് കടന്നു പോകുമ്പം ഹൃദയവേദനയുണ്ട്, ദുഃഖമുണ്ട്. ഹൃദയമുള്ളവർക്കേ ഉള്ളു കേട്ടോ. ഇല്ല, കൊരങ്ങച്ചൻ പറഞ്ഞ പോലെ അയ്യോ ഞാൻ അത്തിമരത്തിൻ്റെ മേളിൽ വെച്ചേക്കുക, അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകുകയില്ല. എന്നാൽ നമ്മുടെ അമ്മ മരിക്കുമ്പോഴും നമുക്ക് ദുഃഖമാണ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളുകയില്ലായിരിക്കും, എല്ലാവരുടെയും അനുഭവം അല്ലായിരിക്കും. എങ്കിലും എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് ഞാനങ്ങ് പറയുക, നിങ്ങൾ എങ്ങനെയും ഉൾക്കൊള്ളു. അപ്പനും അമ്മയും മരിക്കുമ്പോൾ നമുക്ക് അഗാധമായ ദുഃഖമാണ്. എന്നാലും അമ്മ മരിക്കുന്നതാണ് കുറച്ചുകൂടെ ദുഃഖം കൂടുതൽ. അപ്പം അപ്പനോട് ഇഷ്ടമില്ലെന്നല്ല, എന്നാലും അമ്മ കടന്നു പോകുമ്പം അല്ലേ, എന്നേക്കാൾ പ്രായവും പക്വതയുള്ളവരല്ലേ, അപ്പനോട് ഇഷ്ടക്കേടൊന്നുമല്ല. അമ്മ കടന്നു പോയപ്പം കുറച്ചുകൂടെ അമ്മ മരിക്കുമ്പോൾ കുറച്ചുകൂടി ദുഃഖമാണ്. അമ്മയും മക്കളുമായിട്ടുള്ള ആ ബന്ധം അങ്ങനെ. ഒന്നെങ്കിൽ അവനിട്ടൊരു അടി കൊടുക്കണം, ഇല്ല ഒരു കിടുക്ക് കൊടുക്കണം, ഇല്ല അവന് രാവിലെ ഞാൻ തലയൊക്കെ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് യാചിച്ചതാ അമരികയില്ല. ഇപ്പം പിള്ളേരിലൊക്കെ ഭൂതം കയറും, കുട്ടിപ്പിശാശുണ്ട്, വലിയ പിശാശുണ്ട്. അത് വലിയ വരെ കയറുന്നതാ, കമ്മിറ്റിയുടെ സമയത്തൊക്കെയാണ് കയറുള്ളൂ. വലിയ പിശാശ, ഇതൊക്കെ ചെറിയതാണ്. എന്നാലും ഒരു നീർക്കോലി കടിച്ചാൽ മതി അത്താഴം, പിന്നെ അവിടെയും തുടങ്ങി. ദൈവത്തിന് മഹത്വം. അപ്പം ശ്രദ്ധിക്കുക, അമ്മ മരിക്കുമ്പോൾ കുറച്ചുകൂടെ ദുഃഖമാണ്. അതിന് എൻ്റെ വല്യമ്മച്ചി പറയും, ഇപ്പോഴും എൻ്റെ അപ്പൻ്റെ അമ്മയുണ്ട് കേട്ടോ. 103 വയസ്സ് കഴിഞ്ഞ് 104ാമത്തെ വയസ്സിലോട്ടാണ്. 104 വയസ്സ്. നിങ്ങൾ ഓർക്കുന്ന തള്ള എവിടെ കണ്ട് തളർന്ന് കിടക്കുകയാണ്, മിറ്റ പഠിക്കുന്ന നാൾ മിനിഞ്ഞാന്ന് ചെന്നപ്പം 104. ഇവിടെ 24 പോലും ഇല്ല, ഇന്ന് വരെ ജൂലെടുത്തിട്ടുമില്ല. മിറ്റവും പരിസരമായിട്ട് ഇനി ആരെങ്കിലും ഒന്ന് വിളിക്കണം മിറ്റമല്ല ഒന്ന്. അപ്പോൾ ഈ വല്യമ്മച്ചി ഒത്തിരി ഉപദേശങ്ങൾ പറഞ്ഞു തരും, എൻ്റെ വല്യമ്മച്ചി. അപ്പോൾ എന്നോട് പറഞ്ഞ മോനെ, ഈ അമ്മയും മക്കളുമായിട്ടൊരു വലിയ ബന്ധമാണ്. അത് കുഴപ്പമല്ല. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പൊക്കിൾക്കൊടിയായിട്ടൊരു ബന്ധമുണ്ട്. അതാ അത്ര ഹൃദയവേദന വരുന്നത്. പൊക്കിൾക്കൊടിയായിട്ട് അത് കാശ് കൊടുത്താലൊന്നും കമ്പോളത്തിൽ കിട്ടുന്നതല്ല. ഞാനൊരു ദൃഷ്ടാന്തം കൊണ്ട് പറയാം, എല്ലാവർക്കും ചിലപ്പം ഒക്കെ അറിയത്തില്ലായിരിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തോ അനർത്ഥമോ ഒരു രോഗമോ ഒരു കെടുതിയോ ഒരു പ്രശ്നമൊക്കെ സംഭവിച്ചെങ്കിലല്ലേ സംഭവിക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്കത് ആദ്യം ബോധ്യപ്പെടും, അമ്മമാർക്ക്. അതെ, അയ്യോ എൻ്റെ കുഞ്ഞിനെന്തോ പ്രയാസമുണ്ടെന്ന് എനിക്ക് എൻ്റെ ഹൃദയത്തിന് വേദന. രാവിലെ മുതൽ തന്നെ ഞാൻ സാങ്കുട്ടീനെ അങ്ങ് ഓർക്കുക, എന്തോ എനിക്കങ്ങ് എൻ്റെ ഹൃദയം പൊടിയുന്നു. അമ്മയ്ക്ക് ബോധ്യപ്പെടും. അപ്പന്മാർ സാങ്കുട്ടി മിണ്ടായി
ഇന്നലെ അവനെ വിളിച്ചതാ. അപ്പം സാങ്കുട്ടി ഇല്ല, നിങ്ങൾ അവനെ ഒന്ന് വിളിച്ചേ. ഇടി, അവൻ ഇന്നലെ രാത്രി 12:30 വിളിച്ചതാ. നിങ്ങൾ അവനെ ഒന്ന് വിളിക്കണ്ടേ, എനിക്ക് രാവിലെ മുതൽ സ്വസ്ഥത കിട്ടുന്നു, വിളിച്ചേ. ഉടനെ അപ്പൻ സാങ്കുട്ടിക്ക് ഫോൺ ചെയ്ത് ഖത്തറില്ല. ഉടനെ സാങ്കുട്ടിയുടെ ഭാര്യ എടുത്തു. അയ്യോ പപ്പ, ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. എന്നാ പറ്റി മോളെ? ഇന്നലെ മമ്മിയോട് ഫോൺ ചെയ്ത്, നിങ്ങളോട് സാങ്കുട്ടി ഞാൻ ഫോൺ ചെയ്ത് ഒരു 2 മണിയായപ്പം നെഞ്ചിനകത്തൊരു പെയിന്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നു. കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്തേച്ച് പോകാൻ ഡോക്ടർ പറഞ്ഞു. ഉണ്ടോ? ഇതാദ്യം ബോധ്യപ്പെട്ടത് ആർക്കാ? പറ. അമ്മ പ്രവാചകയായിട്ടൊന്നുമല്ല. അയ്യോ അമ്മ, ഞങ്ങളുടെ അമ്മ കലയവര് അന്നമ്മ കൊച്ചമ്മയല്ലേ, കാനല്ലയിലെ അമ്മയാ, 14 വാഴുത്തങ്കമ്മയാ കേട്ടോ. ഒരു പ്രവചനവും വേണ്ട, അമ്മയ്ക്കും ബോധ്യപ്പെടും ഇത്. കാരണം ഈ പൊക്കിൾക്കൊടിയായിട്ടൊരു ബന്ധമുണ്ട്. അമ്മയുടെ ഡെഡ് ബോഡി വീട്ടിൽ നിന്ന് എടുക്കുമ്പം അയ്യോ നമുക്ക് ചിലക്ക് താങ്ങാനൊക്കത്തില്ല അല്ലേ? അതാ ബന്ധം. അത് കാശ് കൊടുത്താലൊന്നും കിട്ടുന്നതല്ല കേട്ടോ. അതെ, അപ്പം അതുകൊണ്ട് പിള്ളേരുടെ വളർച്ചയ്ക്ക് ഒത്തിരി കഷ്ടപ്പെടുന്നതും ബന്ധപ്പെടുന്നതും അമ്മയാ തന്നെയല്ലേ. പിള്ളേരാന്നല്ലേ അമ്മയോടല്ലേ കാര്യം ചെന്ന് പറയാനേ. അമ്മ പപ്പാട് പറയാം, എനിക്ക് 100 രൂപ. പിന്നെ അമ്മ പറയാം, നിൻ്റെ അപ്പനല്ലയോ, നിനക്ക് അങ്ങോട്ട്. അപ്പൻ എടാ, നീ അങ്ങോട്ട് ചെന്ന് പറ, നിൻ്റെ അപ്പനല്ലയോ, നിനക്ക് ധൈര്യത്തോടെ പറയും. അതൊന്നൊക്കെ ചെന്ന് പറ. അവൻ അടുക്കളയിൽ ചെന്ന് അമ്മേനെ ചാട്ട കയറ്റി. അപ്പോൾ അമ്മ പിന്നെ ഒരു കാപ്പിയും കൂടെ എടുത്തുകൊണ്ട് വരിക. ഇപ്പം കൊടുക്കേണ്ട കാര്യമുള്ളതല്ല. അപ്പം പോകാനൊരുങ്ങി നിൽക്കുക. എന്നാ ഒരു കാപ്പി മുമ്പേ തന്നായിരുന്നു. ഇതിവിടെ കുടിച്ചു. ഞാൻ അതിനകത്ത് ബോൺവിറ്റ കലക്കിയിട്ടുണ്ടെന്ന്, ക്ഷീണമുണ്ട്, അത് കുടിച്ചു. അതങ്ങോട്ട് കൊടുത്തപ്പോൾ എന്തുവാ ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല, ചുമ്മാ അത് അമ്മയുടെ ആടാ. എന്തുവാടി? എന്നെ തന്ന പൊടിയോ ഏതാണ്ട്. പിന്നെ നിങ്ങൾ സാങ്കുട്ടിക്കൊരു 100 രൂപ കൊടുക്കണം കേട്ടോ. അതിനെന്താ ഇത് പറയാനായി കാപ്പി ബോൺവിറ്റായിട്ട്. ഉടനെ അപ്പം ചോദിക്കും, അവന് എന്തിനാ കാശ്? അവന് കാശ് എന്തിനാ അങ്ങോട്ട് കൊടുക്കും. കോളേജിൽ പഠിക്കുന്നവന് ചിലപ്പോൾ ഒരു മുട്ടായി മേടിക്കാനോ. നീ ഇവനെ അവനെന്നാലും കാശുമായിട്ട് ബുള്ളറ്റെ കയറി ആൺകുട്ടി. അപ്പോൾ ഈ അമ്മയായിട്ടുള്ള ബന്ധം അത് വലിയ ബന്ധമാണ്. അതൊന്നും മറന്നിച്ചാലൊന്നും തീരുന്നതല്ല. അതിനെപ്പറ്റി എഴുതിയാലൊന്നും അത് നന്നായിട്ട് അനുഭവത്തിൻ്റെ പാഠത്തിലാണ് മനസ്സിലാക്കുന്നത്. സ്തോത്രം. ഞാനെപ്പോഴും തന്നെയല്ല, പിള്ളേർ അമ്മയല്ലേ അടുക്കയിട്ട് കിടക്കുന്നേ അല്ലേ? അമ്മയുടെ ഒക്കത്ത് ചൂട് പറ്റി തൻ്റെ അമ്മയെന്നല്ലേ എല്ലാം പഠിക്കുന്നേ. 4-5 വർഷം കഴിഞ്ഞല്ലേ കൊണ്ട് സ്കൂളിൽ. ഇപ്പം പിന്നെ വേറെ സ്കൂളുണ്ടല്ലോ കൊച്ചു പിള്ളേർക്ക്. എന്തുവാ 2.5 വയസ്സാകാൻ തള്ള നോക്കിയിരിക്കുക, അങ്ങനെയല്ലേ ഇവിടോട്ട് കൊണ്ടിടാൻ. അമ്മയെന്നാണ് എല്ലാം പഠിക്കുന്നത്. ആദ്യാക്ഷരം പഠിക്കുന്നതും അമ്മയെന്നാണ്. അമ്മയുടെ കൈത്തണ്ടേ കിടന്ന് മുലപ്പാൽ കുടിക്കുകയല്ലേ. അമ്മയുടെ കൈത്തണ്ടേ കിടന്ന മുലപ്പാൽ കുടിക്കുന്നത്. ഇപ്പോഴത്തെ മിക്ക പെണ്ണുങ്ങളും അതൊന്നും താല്പര്യവും ഇല്ല. കൊച്ചുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാത്ത പെണ്ണുങ്ങളുണ്ട്. സൗന്ദര്യം പോവും. ഇപ്പം പിന്നെ ഇന്നലെ പേപ്പറിൽ കണ്ട് പിന്നെ അതിനും കമ്പനി തുടങ്ങുന്ന എന്തുവാ, കമ്പനിയല്ലല്ലോ മുലപ്പാലിന് പേപ്പറൊന്നും ഇവിടെ വരുത്തുന്നില്ലേ? ഇയോടെ ഈ ബ്ലഡ് ബാങ്ക് പോലെ മുലപ്പാലിനും എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ്. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കുമെന്ന് ഇല്ലേ, കാലം വല്ലാത്തതാണ്. പക്ഷെ അമ്മയുടെ കൈത്തണ്ടി കിടന്ന് കുഞ്ഞ് മുലപ്പാൽ നുകർന്ന് കുടിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങളിങ്ങനെ മുലപ്പാൽ നുകർന്ന് കുടിച്ച് ഒന്ന് വലിച്ചു കുടിച്ചു പിന്നെ പിടിവിട്ടിട്ട് അമ്മേനെ ഒന്ന് നോക്കി ചിരിക്കും. അന്നേരം അമ്മ കുഞ്ഞിനെ നോക്കി അമ്മയെന്നാണ് പഠിക്കുന്നത്. അമ്മയാ പറഞ്ഞു കൊടുക്കുന്നത്. അമ്മ ഇപ്പം മമ്മി
മമ്മി, കുമ്മി. പണ്ടങ്ങനല്ല, അമ്മ. നമ്മുടെ കേരളത്തിലെ കൾച്ചർ വെച്ചാൽ ഞാനീ പറഞ്ഞത് കേട്ടോ, അമ്മ. ആ വാക്കിനൊക്കെ എന്ത് ബലയാന്നറിയാവോ? അടുത്തത് അച്ഛൻ. അമ്മയാ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അച്ഛൻ. അമ്മയെന്നാ എല്ലാം പഠിക്കുന്നത്. ഏറ്റവും പഠിത്തം നടക്കുന്നത് വീട്ടിലാണ്, കോളേജിലല്ല, വീട്ടിലാണ് പഠിത്തം. അപ്പം അമ്മയിൽ നിന്നെല്ലാം പഠിക്കുക, അമ്മയാ പഠിപ്പിക്കുന്നത്. ആട്ടെ, ഞാൻ ഇങ്ങനെ പോയാൽ അങ്ങനെ അങ്ങ് പോകും. നിങ്ങൾ ചിലപ്പം കേട്ടിരുന്നെന്നും വരും. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ പറയും, ഓ പുള്ളി വചനത്തിൽ നിന്നൊന്നും പറഞ്ഞില്ല. ഒന്ന് ബലപ്പെടാൻ നമ്മളെന്നും കടന്ന് തുള്ളുകയല്ലോ, ഇന്ന് മര്യാദയ്ക്ക് ഇരുന്നാൽ മതി, ശാന്തമായിട്ടിരുന്ന് ഗുണദോഷമൊക്കെ പറയാമെന്ന് ഓർത്ത. കാരണം ഇത്രയും പേരെ കോവിഡിന് കൈ കിട്ടിയതല്ലേ. അതാ സ്തോത്രം. ഇത് പഠിക്കണം. ഇത് വേറെങ്ങും ചെന്നാൽ കിട്ടുകയല്ല, പഠിക്കണം. അമ്മയെന്ന് പഠിക്കണം. അങ്ങനെയുള്ള അമ്മ പെമ്പിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. അതാണ് നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ വായിച്ചത്. വൃദ്ധമാരും അങ്ങനെ തന്നെ, നടപ്പിൽ പവിത്ര യോഗ്യമാരും, ഏഷണി പറയാത്തവരും, വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായി ഇതിന്റെ തിരുവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തുകളെ ഭർത്തൃപ്രിയരും പുത്രപ്രിയരും, പിന്നെ സുബോധവും പാതിവൃത്യമുള്ളവരും, വീട്ടുകാര്യം നോക്കുന്നവരും, ദയയുള്ളവരും, ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കണം. പക്ഷേ മയക്കില്ലേ, കൈ വെച്ചോണ്ടിരിക്കുന്നത് വായിര്. ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ സങ്കടത്തോടെ വായിക്കുന്നേ, നന്നായിട്ട് വായി. യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യവും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടത്. അപ്പൊ അമ്മമാര് പെമ്പിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. ഇത് ഞാൻ അടുക്കടക്കായിട്ട് പറയാൻ തുടങ്ങിയാൽ എപ്പിസോഡിലേക്ക് വരാനൊക്കത്തില്ല. കാരണം ഇതിൽ തന്നെ ഒത്തിരി കാര്യം പറയാൻ. പണ്ട് ഞങ്ങൾ ഗൾഫ് യോഗം നടത്തിയപ്പം പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ന്റെ-1 വായിച്ചു. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും നേർക്കി കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായിട്ട് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ. അപ്പോൾ ഒരു പാസ്റ്റർ 3 ദിവസമായിട്ട് ഈ വാക്യത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പാസ്റ്ററുടെ അമ്മാമ്മ 3-ാം ദിവസം പറഞ്ഞു, പാസ്റ്റർക്ക് വേറെ വാക്യമൊന്നും അറിയത്തില്ലേ, ഇത് 3 ദിവസമായിട്ട്. അപ്പം പാസ്റ്റർ എടുക്കാനാ. അമ്മാമ്മ ആദ്യം വ്യാജഭാവം നിർത്തിക്കഴിയുമ്പോൾ നമുക്ക് വേറെ വാക്യം, ആദ്യം ഇതൊന്ന് കേട്ട് ഗുണപ്പെടുക. ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകട്ടെ, എന്നിട്ട് നമുക്ക് വേറെ വാക്യത്തിലോട്ട് നമ്മൾ വാക്യമെല്ലാം കൂടെ വായിച്ചേച്ചോ, വ്യത്യാസം വരുന്നില്ലല്ലോ. ഒത്തിരി വാക്യം വായിക്കുന്നത് ഒത്തിരി നേരെ ഇരിക്കുന്നതല്ല, കേൾക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. സ്തോത്രം. അപ്പോൾ അമ്മമാര് പെമ്പിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. ഓടിച്ചെന്ന് പറഞ്ഞ ആ ഭാഗം വിടാം. 1, ഭർത്തൃപ്രിയരാകാൻ ശീലിപ്പിക്കണം. അങ്ങനല്ലേ മോളെ? ഭർത്തൃപ്രിയമാരായിരിക്കണം. ഭർത്താവിനോട് പ്രിയമുള്ള പെൺകുട്ടികളാകാൻ, ഭാര്യയാകാൻ അമ്മ മകളെ ശീലിപ്പിക്കണം. അതാ ഞാൻ പകല് പറഞ്ഞ്, ഭർത്താവിൻ്റെ കുറ്റം പറയുമ്പോൾ അന്നേരം നിർത്തിക്കണം അമ്മ. റെഡി? അന്നേരം നിർത്തുക. അവിടത്തൊക്കെ ഇവിടെ വന്ന് വിളമ്പരുത്. അമ്മ ശീലിപ്പിക്കണം. അമ്മയെ അങ്ങനെ ആയിരിക്കണം, ഭർത്തപ്രിയ ആയിരിക്കണം. അമ്മ അല്പം വിടവ് കിട്ടിയ അങ്ങേരെ പള്ളു പറയുക, യോ ഞാൻ നിങ്ങളെ ഓർത്താ ഞാൻ കടുകയൊന്നും ചെയ്യാൻ. സ്തോത്രം. ഭർത്തപ്രിയരായിരിക്കണം. 1, ഭർത്തൃപ്രിയരും. 2, പുത്രപ്രിയമാരായിരിക്കണം. മക്കളോട് പ്രിയമുണ്ടായിരിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, പിള്ളേരെ വേറുകൃത്യത്തോടെ ഇടപെടരുത്. ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങളാ, 1, 2, 3, 4, 5. ഇപ്പോൾ അങ്ങനെ 5 പറയാനൊക്കാത്ത കാലമാണ്. ഒരു 50 കൊല്ലം മുമ്പേ നമുക്ക് വല്ലാത്ത കാലമാണ്. ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങളാ. മക്കളെ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. ഇതൊരു അവകാശമാണ്, കുഞ്ഞുങ്ങളൊരു അവകാശമാണ്. അപ്പോൾ ആ ദൈവം നമുക്ക് തരുന്ന 2, 3, 4 കുഞ്ഞുങ്ങളെ, അല്ലെ എത്ര ആയിക്കോട്ടെ, ആ കുഞ്ഞുങ്ങളോട് വേറുകൃത്യം പാടില്ല.
നിറമുള്ള കൊച്ചുങ്ങൾ കാണും, നിറവില്ലാത്തത് കാണും, കഴിവുള്ളത് കാണും, കഴിവില്ലാത്തത് കാണും, സാമർത്ഥ്യം കൂടുതലുള്ള പിള്ളേർ കാണും, സാമർത്ഥ്യം കുറഞ്ഞ പിള്ളേർ കാണും, സൗന്ദര്യം കൂടിയ കുഞ്ഞ് കാണും, സൗന്ദര്യം കുറഞ്ഞ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ കാണും. വേറെ കൃത്യം പാടില്ല. വേറെ കൃത്യം ഗോത്രപിതാവ് ആ കാര്യമൊക്കെ ശരിയാ, പക്ഷേ പുള്ളി ഒരു ചെറിയ വേറെ കൃത്യം കാണിച്ചു. ഒരു പ്രത്യേക അങ്കി കൊണ്ട് യോസേപ്പിന് കൊടുത്ത് മറ്റേ അവതങ്ങളെല്ലാം നോക്കി നിൽക്കുക. അന്നേരം കുടുംബത്തിനകത്ത് കണ്ണുകടി തുടങ്ങി അല്ലേ. പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കുമ്പം 3 പേരുണ്ട്, 3 പേർക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ ആർക്കും കൊടുക്കണ്ട, കുഞ്ഞുങ്ങളല്ലേ. സ്തോത്രം. വേറെ കൃത്യം കാണിക്കരുത്. ഇനി പ്രായമാകുമ്പോഴും കൃത്യമായിരിക്കണം. വസ്തുഭാഗോടുംപടി ചെയ്യുമ്പം കൃത്യമായിരിക്കണം. ഇല്ലേ പരുവക്കേടാകും. മരുമോൻ ചോദിക്കും, എന്തു അടി നിനക്ക് മാത്രം ഇത്ര തന്നത്? പോയി കാര്യം പറയാൻ പറയും. എല്ലാ മരുമക്കളും പറയത്തില്ല. നമ്മളെ വീട്ടിൽ നിന്ന് വേണമെന്ന് പിടുങ്ങാനിരിക്കുന്ന ആൾക്കാർ കൃത്യമായിരിക്കണം. ഇനി വീതം വെക്കുന്നതിനോട് ഞാനൊരു കാര്യം പറയാം. 2 മക്കളും അപ്പനും അമ്മയാന്ന് വെച്ചു, വീതം വെക്കുമ്പം 3ആയിട്ട് വെച്ചോണം. മക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ വീതം, ഒരു വീതം അപ്പനും അമ്മയ്ക്കും, അങ്ങനെ ഭാഗോടുമ്പടി ചെയ്യാവുള്ളൂ. 2 വീതം വെച്ച് കഴിഞ്ഞാൽ 2 നിന്നെ ഇറക്കി വിടും. നിങ്ങൾ അപ്പനും അമ്മയും പിന്നെ കയ്യെ പിടിച്ചോണ്ട് ഇതിലെല്ലാം കറങ്ങി നടക്കേണ്ടി വരും. ചേടത്തിയുടെ വീട്ടിൽ പോയി ഒരാഴ്ച, വകയിലെ ഒരു അമ്മാമ്മയുടെ വീട്ടിൽ പോയി 2 ആഴ്ച. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലേ? കുടുംബകലകം ഉണ്ടാക്കാൻ വന്നതല്ല, കുടുംബകലകം വരാതിരിക്കാനാണ് ഇത് പറഞ്ഞു തരുന്നത്. ഭാഗോടുമ്പടി ചെയ്യുമ്പം ചിലപ്പോൾ സ്വന്തം മകനാ, സ്വന്തം മകളാ, അമ്മ എനിക്ക് പൊന്നാന്നൊക്കെ വന്ന് ഉമ്മയൊക്കെ തരും. അത് ആധാരം എഴുതി കൊടുക്കാൻ വേണ്ടിയാ, ഇവൻ്റെ വെള്ളച്ചിലാ. അവളെ ചാട്ട കയറ്റി വിടുന്നതാ. നമ്മളിന്ന് പറഞ്ഞു ഒരു ഉമ്മ കൊടുക്കുന്ന മുടക്കല്ലേ ഉള്ളൂ. കൊടുക്കാറ് ചെയ്യരുത്. അത് നിയമപാലകരുണ്ട്, വെണ്ടറുണ്ട്, നല്ല കോള് കൊള്ളിച്ചെടുക്കുന്ന വെണ്ടർമാരുണ്ട്. വട്ട് പിടിച്ചവൻ്റെ ചെല്ലരുത്. നിയമങ്ങൾ അറിയാവുന്നവരുണ്ട്, അവരുടെയൊക്കെ ചെന്ന് 50 സെൻറ്റ്, ഞാൻ ഉദാഹരണമായി പറയുന്നത് 50 സെൻറ്റ് സ്ഥലം, ആട്ടെ 20 സെൻറ്റ് ജോയിക്കുട്ടിക്ക് മോൻ, 20 സെൻറ്റ് സൂസമ്മയ്ക്ക് മകള്. അപ്പോൾ 20 എത്രയുടെ? 50 40 പോയ പിന്നെ എത്രയുണ്ട് ഉമ്മ ഇരിക്കുന്നത്? പോട്ട് 10 സെൻറ്റ്. ആ 10 സെൻറ്റും വീടും അപ്പൻ്റെ അമ്മയുടെയും പേർക്കെടുക്കണം. കാലശേഷം ഞങ്ങളെ നോക്കുന്നവർക്ക്, ഇങ്ങനെ നോക്കുന്ന കാര്യമല്ല, അതുകൂടെ എഴുതിയേക്കണം. മെണ്ടറിനോട് പറയണം. രാവിലെ നിന്ന് ഗേറ്റിങ് വന്നാൽ ചപ്പനെ അമ്മയെ നോക്കി വെച്ച് ചത്ത കഴിയുമ്പോൾ നോക്കുന്നവർക്ക് കൊടുക്കണം എന്നാണ് ഇതിനകത്ത് എഴുതി. വല്ലാത്ത കാലം, അതുകൊണ്ടാണ് ഇതൊക്കെ ഓപ്പണായിട്ട് പറയുന്നത്. പഴമക്കാർ പറയും വെളുത്തതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല, വെളുത്തതെല്ലാം പാലല്ല. മക്കളാന്നേലും വളരെ സൂക്ഷിച്ചിടപെട്ടോണം. ചില മക്കൾ ഞാൻ അമ്മയോട് പറയാം, അമ്മ ഇതിലോട്ട് നോക്കിയിട്ട് ലോണ് പാസ്സാകണം, അത് മൊത്തം എഴുതി തന്നാലേ അങ്ങനത്തെ പാസ് വേണ്ട. ലോണ് എല്ലാം എഴുതി കൊടുത്താച്ചാന്ന് ഇപ്പം അമ്മ ഇരിക്കുന്നത്. ദൈവമേ, എൻ്റെ പാസ് ഒരു 2 വർഷം മുമ്പ് വരികയായിരുന്നു എനിക്ക് ഈ ചതിവ്. സ്തോത്രം. അബദ്ധമൊന്നും കാണിച്ചേക്കരുത്. വല്ലാത്ത കാലം, അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. സ്തോത്രം. ആട്ടെ, അപ്പം അമ്മമാരെ പിള്ളേരെ ഇത് ശീലിപ്പിക്കണം. 1 ഭർത്തൃപ്രിയരും 2 പുത്രപ്രിയരും 3 വായിരു കുഞ്ഞ് സുബോധവും. അത് അത്യാവശ്യമാണ്. സുബോധം അത്യാവശ്യമാണ്. കാരണം ഒരെണ്ണത്തിനും സുബോധമില്ല. പെന്തിക്കോസിലാന്നേലും സുബോധമില്ലാത്തവരുണ്ട്. സുബോധമില്ലാത്ത ആർക്കാന്ന അധ്യായത്തിൽ തന്നെ ഉണ്ട്. 2-1 വായിച്ച ആർക്കൊക്കെ സുബോധമില്ലാത്ത? വായിര് 2-1. സുബോധവും. സുബോധത്തോടെ വായിയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കും. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധം. അപ്പൊ വൃദ്ധന്മാർക്ക് സുബോധം വേണം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ അപ്പന് സുബോധമില്ല. ആർക്കൊക്കെ സുബോധമില്ലെന്ന്? അപ്പന് സുബോധം ഇല്ല.
ഉടനെ അമ്മ പറയാ, പാസ്റ്റർ കുറച്ചുകൂടെ അത് പറഞ്ഞു കൊടുക്കുക, അങ്ങേർക്ക് ഈടെയായിട്ട് ഒരു സുബോധവും എനിക്കും തോന്നുന്നുണ്ട്. സുബോധമില്ല, അങ്ങേർക്ക് സുബോധമില്ല. ഈ പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റത്തില്ല. അതാരമാണ് 3-ാമത്തെ വാക്യം വായിച്ചേ? വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അപ്പൊ വൃദ്ധമാരും അങ്ങനെ തന്നെ. അപ്പൊ അമ്മയ്ക്കും സുബോധമില്ല, അപ്പന് സുബോധമില്ല, അമ്മയ്ക്കും. കണ്ടോ ആർക്കൊക്കെ സുബോധമില്ലാത്ത? അപ്പനും അമ്മയ്ക്കും. അന്നേരം മരുമക്കൾ പറഞ്ഞ, എൻ്റെ പാസ്റ്ററെ രണ്ടിനെയും കൊണ്ട് ഞങ്ങൾ രണ്ടിനും ഒരു സുബോധവുമില്ല. അന്നേരം പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റത്തില്ല. 4-ാം വാക്യം മുതൽ വായിച്ചേ. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും. അപ്പൊ യൗവനക്കാരത്തിക്കും സുബോധം. കണ്ടോ ആർക്കൊക്കെ ഇല്ലാത്തതെന്ന്? അപ്പന് സുബോധമില്ല. അന്നേരം അമ്മ പറഞ്ഞ് അങ്ങേർക്ക് ഈയിടെയായിട്ടൊട്ടും. അപ്പോൾ അടുത്ത വാക്യത്തെ അമ്മ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. അന്നേരം മരുമക്കൾ പറഞ്ഞ് രണ്ടിനും ഈയിടെയായിട്ട് സുബോധമില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ് യൗവനക്കാരത്തിക്കും. അന്നേരം ആമ്പിള്ളേർ പറഞ്ഞ, എൻ്റെ പാസ്റ്ററെ ഇതിനെ 3-നെയും കൊണ്ട് ഞാൻ കടന്ന് 6-ാം വാക്യം വായിരും. യൗവനക്കാരെയും സുബോധവുമുള്ള. അപ്പൊ യൗവനക്കാരന് സുബോധമില്ല. ചുരുക്കി പറഞ്ഞ ഒരെണ്ണത്തിന് അപ്പന് സുബോധമില്ല, അമ്മയ്ക്ക് സുബോധമില്ല, മരുമകൾക്കും സുബോധമില്ല, മകനും ഒരുത്തർക്കും. ഇപ്പം നിങ്ങളുടെ എന്താ പാസ്റ്റർമാർക്ക് സുബോധം ഉണ്ടോ എന്നാണോ? വായിച്ചേ അപ്പോസ്തല പ്രവൃത്തി 12:11. അപ്പോസ്തല പ്രവൃത്തി 12:11 വായിര്. എവിടെ പോവാ അവിടെ ഇടാ. പത്രോസിന് സുബോധം വന്നു. നന്നായിട്ട് വായിക്കു കൊച്ചേ. പത്രോസിന് വന്നോട്ടെ, എന്നാലും നന്നായിട്ട് വായിക്ക്. പത്രോസിന് അല്ലല്ല നന്നായിട്ട് വായിക്ക്. പത്രോസിന് സുബോധം വന്നിട്ട് അതിന് മേളിലത്തെ വാക്യം കൂടെ